ദുരന്ത പ്രതിരോധ വിദഗ്ധൻ രഞ്ജിത്ത് ഇസ്രയേലിൻ്റെ സുഹൃത്ത്, അവിടെ രക്ഷാപ്രവർത്തന രംഗത്ത് സജീവമായിരുന്ന കൃഷ്ണദാസ് കൂടി ഒപ്പം ചേരുന്നുണ്ട്. കൃഷ്ണദാസ്, ഇനി ലോറി ഉണ്ടാവില്ല എന്നുറപ്പിച്ചു പറയാൻ തക്ക വിധം റോഡിലെ മണ്ണ് മുഴുവൻ മാറ്റിയോ? റോഡിലെ മണ്ണ് മുഴുവൻ മാറ്റിയിട്ടില്ല. നമ്മുടെ സെർച്ച് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്, അതായത് ഞങ്ങൾ വന്നതിന് ശേഷമാണ് കാര്യങ്ങളെല്ലാം നീങ്ങിക്കൊണ്ടിരുന്നത്. അതുവരെ റോഡ് ക്ലീൻ ചെയ്യുക എന്നൊരു ഉദ്ദേശം മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഞങ്ങൾ വന്നതിന് ശേഷം NDRF കമാൻഡറുമായി ചേർന്നുകൊണ്ടാണ് നമ്മളത് ആ റോഡിൻ്റെ എൻഡ് ലൈൻ ചെയ്യുകയും അത് മാർക്ക് ചെയ്യുകയും അതിനുശേഷം നമ്മളുടെ ആ നേരത്തെ ഉണ്ടായിരുന്ന GPS, അതായത് കമ്പനിയുടെ GPS സംവിധാനം ഉപയോഗിച്ച് ആ ഒരു ഇത് വെച്ചുകൊണ്ടാണ് നമ്മൾ മൂവ് ചെയ്തിരുന്നത്. അതായത് മനിയാന്ന് നമ്മൾ വന്നെങ്കിലും മനിയാന്ന് വൈകുന്നേരത്തോടു കൂടി അവിടെ ക്ലോസ് ചെയ്യേണ്ട അവസ്ഥ വന്നു. ശേഷം ഞങ്ങൾ ഇന്നലെ ഇവിടുത്തെ കഴിയാവുന്നത്ര ഹിറ്റാച്ചി JCB ഉപയോഗിച്ചുകൊണ്ട് നമ്മളതൊരു ഭാഗം ചെയ്യുകയും മനിയാന്ന് തന്നെ ഇവിടുത്തെ കുറേ GPR സംവിധാനം ഉപയോഗിച്ച്, റഡാർ സംവിധാനം ഉപയോഗിച്ച് അതിന് വലിയ ക്വാളിറ്റി ഉള്ള സംഭവം നല്ല കിട്ടിയ, കാരണം അത്തരം ഒരു ടെക്നിക്കൽ ആയിട്ടുള്ള ഒരു സംഭവം നമുക്ക് ഇവിടെ. ഡീപ് സെർച്ച് മെറ്റൽ ഡിറ്റക്ടർ ഇന്ന് വന്നിരുന്നു. അപ്പോൾ ഇവിടുത്തെ മംഗളൂർ ഇൻസ്റ്റിറ്റ്യൂട്ട് വളരെ ആഴത്തിൽ പരിശോധിക്കാൻ ശേഷിയുള്ളതെന്നാണ് പറഞ്ഞത്. ഇന്ന് എത്തിക്കുമെന്നും വന്നിരുന്നു. വളരെ അതൊരു പരാജയമായിരുന്നു. എന്തുകൊണ്ടാണ് അവർ പരാജയമായത്? 8 മീറ്റർ വരെ താഴ്ചയിൽ പരിശോധിക്കാൻ കഴിവുള്ളതാണെന്നാണ് പറഞ്ഞിരുന്നത്. പരാജയമായത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ നമുക്കത് നേരത്തെ ഞങ്ങൾ വരുന്നതിന് മുമ്പായിട്ട്, അതായത് ഇത് ഇൻസിഡൻറ്റ് നടന്നതിന് ശേഷം ഈ റോട്ടിലിരിക്കുന്ന മണ്ണുകളല്ല ഇതിൻ്റെ വലതുവശം. ഈ കടയുണ്ട് എന്ന് അറിയാമല്ലോ, ആ കടയുണ്ടെന്ന് പറഞ്ഞ ഭാഗത്തേക്ക് മണ്ണുകളെല്ലാം തള്ളുകയും അത് വീണ്ടും ഉയരത്തിലേക്ക് പോവുകയും ചെയ്തിട്ടുണ്ട്. നേരത്തെ നമുക്കറിയാൻ പറ്റിയ അവസ്ഥ വെച്ചിട്ട് ഈ റോഡിൽ നിന്നും കുറച്ച് താഴ്ന്നിട്ട് കടയും അതിനോട് കുറച്ചുകൂടെ താഴെയായിട്ട്, അതായത് റിവറിനോട് ചേർന്നുകൊണ്ട് ഒരു പാടം, കൃഷി ചെയ്യുന്ന ഒരു സ്ഥലമായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത്. ഇപ്പോഴത്തെ അവസ്ഥയിൽ റോഡിനേക്കാൾ അത് ഹൈറ്റിൽ മറ്റുള്ള മണ്ണുകളെല്ലാം ആ ഹൈറ്റിലിട്ട് തള്ളുകയും, അപ്പോൾ എന്താണെന്ന് വെച്ചാൽ 8 മീറ്ററിനേക്കാൾ താഴെ, അതായത് ഇപ്പോഴും കരയുടെ ഏതെങ്കിലും ഒരു ഭാഗത്ത് മണ്ണിനടിയിൽ ലോറി ഉണ്ട് എന്ന് നമുക്ക് അനുമാനിക്കാം. അനുമാനിക്കാമെന്നല്ല, അതൊരു സത്യമാണ്. അങ്ങനെ ഒരു ലോറി 28-30 ഫീറ്റ് നീളവും 11 ഫീറ്റ് ഹൈറ്റും ഉള്ള ഒരു ലോറി എവിടെ പോയി? സാധനം ഉണ്ട്, അത് എവിടെയെന്ന് കണ്ടുപിടിക്കാനാണ് ഇപ്പം നമ്മൾ ഈ റെസ്ക്യൂ ഓപ്പറേഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നതും മറ്റുള്ള നമ്മുടെ സുഹൃത്തുക്കളും മറ്റുള്ളവരെല്ലാം ശ്രമിക്കുന്നത്. അതൊരു സത്യമാണല്ലോ. അവിടുത്തെ ഈ ഭൂമിയുടെ ഘടന, 150 മീറ്റർ ഉയരം വരെ മുകളിൽ നിന്നാണ് മണ്ണിടിഞ്ഞു വന്നതെന്ന് കേൾക്കുന്നു. അശാസ്ത്രീയമായ റോഡ് നിർമ്മാണമെന്ന പരാതിയുണ്ട്. ആ റോഡ് കഴിഞ്ഞാൽ പിന്നെ ഒരു പ്രധാനപ്പെട്ട ഇടം മണ്ണുകൊണ്ട് മൂടിയിട്ടുണ്ടോ? അത് കഴിഞ്ഞാണോ ഗംഗാവാലി? റോഡ് അവിടെ എത്തുന്ന സമയത്ത് ഡബിൾ ലൈൻ 4 ലൈൻ റോഡായിട്ട് വരികയാണ്, ഡബിൾ റോഡായിട്ട്. അപ്പോൾ അതിൽ ഈ ഇടിഞ്ഞിരിക്കുന്ന സ്ഥലത്ത് നിന്ന് ഒരു റോഡ് പൂർണ്ണമായിട്ട് ബ്ലോക്കായിരുന്നു ഞങ്ങൾ വരുന്ന സമയത്ത്. അപ്പോൾ അത് ഇടിഞ്ഞതിന് ശേഷം റോഡിൽ മണ്ണുകളെല്ലാം വീണതിന് ശേഷം അത് ഗംഗാവാലിക്കും റോഡിനും ഇടയിലിരിക്കുന്ന ഈ ഒരു കൃഷിസ്ഥലത്തേക്ക് പതിച്ചിട്ട് അതിന് ശേഷമാണ് ഗംഗാവാലിയിൽ പതിച്ചിട്ടുണ്ടാവുക. ശരി, ഞാൻ കൃഷ്ണപ്രസാദിലേക്ക് ഞാൻ വരാം. കൂടിയൊരു സ്ഥലം.